ഇതൊരു ഡിജിറ്റൽ മൈക്രോസ്കോപ്പാണ്. ഇപ്പോൾ ഞാൻ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. ഇത് എനിക്കൊരു സർവീസിങ്ങിൻ്റെ ഒരു യൂണിറ്റ് ഉണ്ട്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇത് ഓർഡർ ചെയ്തതാണ്. അപ്പോൾ അതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് എല്ലാവരും ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് ചെയ്യാം. ഡിജിറ്റൽ മൈക്രോസ്കോപ്പ്. ഇതിൻ്റെ ഇതാണ്, എൻ്റെ പേര് ഡിജിറ്റൽ മൈക്രോസ്കോപ്പ് എന്നാണ്. ഇതാണ് സംഭവം. ഇത് അതിൻ്റെ അക്സസറീസാണ്. പിന്നെ സ്റ്റാൻഡുണ്ട്. പിന്നെ അതുപോലെ CD ഡ്രൈവ്. ഇത് കമ്പ്യൂട്ടറിൽ ഇതിൻ്റെ വീഡിയോ ഇത് കാണാൻ പറ്റും. പിക്ചർ നമുക്ക് കമ്പ്യൂട്ടറിൽ കാണാൻ പറ്റും. അത് കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്യാനുള്ളൊരു സോഫ്റ്റ്വെയർ CD ആണത്, ഡ്രൈവർ CD ആണത്. ഈ ഡ്രൈവർ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് കമ്പ്യൂട്ടറിൽ കാണാൻ പറ്റുള്ളൂ. അതിൻ്റെ കോഡ് വെയറാണെങ്കിൽ ഒരു 1.5 മീറ്റർ ലെങ്ത് ഉണ്ട്. കോഡ് വെയർ 1.5 അല്ല, അതിൽ കൂടുതലുണ്ട്, 2 മീറ്റർ ഉണ്ടെന്ന്. അപ്പോൾ ഇതിൽ കണ്ട സൂം ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. സൂം ചെയ്യാൻ, അതിൽ തിരിച്ചാൽ സൂം ചെയ്യാൻ പറ്റും. പിന്നെ ചെറിയ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ഇത് സ്റ്റിൽ ഫോട്ടോസ് എടുക്കാൻ പറ്റും. നമ്മൾ 1000 ഇരട്ടിയായിട്ട് നമുക്ക് വലുപ്പത്തിൽ കാണാൻ പറ്റും ഒബ്ജക്റ്റ്. അതുപോലെ 8 LEDs ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. നമുക്ക് അതിൻ്റെ ലൈറ്റ് കൺട്രോൾ ചെയ്തിട്ട് പ്രോഡക്റ്റ് നമുക്ക് കുറച്ചുകൂടി നല്ല ക്ലിയറായിട്ട് കാണാൻ പറ്റും. ഇതതിൻ്റെ ഒരു ലെൻസിൻ്റെ ഒരു ക്യാപ്പ് ഉണ്ട്. അതായത് ഡസ്റ്റ് അങ്ങനെയുള്ള സാധനങ്ങൾ ഉള്ളിൽ പോകാണ്ടിരിക്കാൻ വേണ്ടി നമ്മളിപ്പോൾ ഒരു ക്യാപ്പ് കൂടി അവർ ഇതിൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നല്ല സോളിഡ് ബോഡിയാണ്, നല്ല സ്ട്രോങ് ആണ്. നല്ല ഫിനിഷിംഗ് ഉണ്ട്. ആ ബട്ടണാണ്, അത് സ്റ്റിൽ ഫോട്ടോസ് എടുക്കുന്ന ബട്ടണാണത്. ഇത് നമുക്ക് ഇതിൻ്റെ സോഫ്റ്റ്വെയർ ഒക്കെ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം. സൂം ചെയ്യാൻ പറ്റും. ഇതിൽ തിരിച്ചാൽ നമുക്ക് സൂം ചെയ്യാൻ പറ്റും. $50 തൊട്ട് 1000 ഇരട്ടി വരെ വലിപ്പത്തിൽ നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ സോഫ്റ്റ്വെയർ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഇപ്പോൾ എനിക്കിത് ലാപ്ടോപ്പിൽ CD ഡ്രൈവ് ഇല്ലാത്തതുകൊണ്ട് നമുക്കിത് നെറ്റ് വഴി അതിൻ്റെ അഡ്രസ്സ് ഉണ്ട്. ആ അഡ്രസ്സ് കയറിയിട്ട് നമുക്കിത് സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാം. ഡിജിറ്റൽ മൈക്രോസ്കോപ്പ് സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഫിനിഷ്. അപ്പോൾ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. നമുക്ക് USB കണക്ട് ചെയ്തിട്ട് അതിൻ്റെ കേബിൾ കണക്ട് ചെയ്ത് ലാപ്ടോപ്പിൽ കണക്ട് ചെയ്ത് പിക്ചർ ഒന്ന് ചെക്ക് ചെയ്യാം. അതൊരു ഇലക്ട്രോണിക് PCB ആണ്, സർക്യൂട്ടാണ്. നമുക്ക് ശരിക്കും ഇത് കാണാൻ പറ്റില്ല. അത് SMD സർക്യൂട്ടാണ്. അത് തന്നെ നമുക്ക് നല്ല വലുപ്പത്തിലാണ്, അത്യാവശ്യം നല്ല വലുപ്പത്തിൽ നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. അതിലെന്തെങ്കിലുമൊക്കെ വർക്ക് ഉണ്ടെങ്കിൽ നമുക്കത് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ മൈക്രോസ്കോപ്പ് നോക്കിയിട്ട് നമുക്ക് ആ പിക്ചർ നോക്കിയിട്ട് നമുക്കത് അതിൽ സോൾഡറിങ് ഒക്കെ ചെയ്യാൻ പറ്റും. ഇതൊരു പിള്ളേരുടെ ടോയ്സാണ്. ടോയ്സിൻ്റെ ഉള്ളിലുള്ള ഒരു പൊടിയാണ് ആ കാണുന്നത്, അത്രയും വലുപ്പത്തിൽ.
പിന്നെ ഇലക്ട്രോണിക് സർക്യൂട്ടൊക്കെ നല്ല ക്ലിയർ ആയിട്ട് അതിൻ്റെ വലുപ്പത്തിൽ അതിൻ്റെ ഓരോ സോൾഡറിങ്ങിൻ്റെ പോയിൻ്റ് വരെ കാണാൻ പറ്റും ക്ലിയറായിട്ട്. കുഴപ്പമില്ല, നല്ലൊരു പ്രൊഡക്റ്റാണ്. ഞാൻ ഉദ്ദേശിച്ചതിലും നല്ല ക്ലാരിറ്റി ഉണ്ട്, നല്ല പിക്ചർ, നല്ല ക്വാളിറ്റി പിക്ചർ, നല്ലോണം നല്ല ക്ലിയറിൽ നമുക്കിത് സൂം ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. പ്രോഡക്റ്റ് ചെറിയ നല്ലൊരു പ്രൊഡക്റ്റാണ്, നല്ല ഫിനിഷിംഗ് ഉണ്ട്. അതുപോലെ തന്നെ ഞാൻ ഉദ്ദേശിച്ച നല്ല ക്വാളിറ്റിയൊക്കെ ഉണ്ട്. നല്ല യൂസ്ഫുള്ളാണിത് പിള്ളേർക്ക്, ഈ പഠിക്കുന്ന പിള്ളേർക്ക്. അതുപോലെ തന്നെ ഇതേപോലെ ചെറിയ ചെറിയ പ്രോജക്റ്റ് ഇതൊക്കെ വർക്ക് ചെയ്യുന്ന സർവീസ് സെൻറ്റർ, പ്രത്യേകിച്ച് ഇലക്ട്രോണിക് സർവീസ് സെൻറ്റർ ചെയ്യുന്നവർക്കൊക്കെ ഇത് വളരെ യൂസ്ഫുള്ളാണിത്. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് ആവശ്യമുണ്ടെങ്കിൽ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ആമസോണിൽ നിന്ന് ബൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ കിട്ടുന്നതിൽ വെച്ച് ഏറ്റവും റേറ്റ് കുറവുള്ളൊരു മൈക്രോസ്കോപ്പാണിത്. ഇത് സെയിം പ്രോഡക്റ്റിൻ്റെ തന്നെ പല റേറ്റുകളിലുണ്ട്, പല സെയിം സ്പെസിഫിക്കേഷൻ എന്നാൽ ഡിഫറെൻ്റ് റേറ്റാണ്. പക്ഷേ ഇത് ഏറ്റവും കുറഞ്ഞ റേറ്റാണ്, പക്ഷേ സെയിം നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല ക്ലിയർ പിക്ചറും നമ്മൾ പ്രതീക്ഷിച്ച അത്രയും തന്നെ ക്വാളിറ്റി ഉള്ളൊരു പ്രോഡക്റ്റാണിത്. അപ്പോൾ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ അത് പർച്ചേസ് ചെയ്യാൻ പറ്റും ഡയറക്റ്റ് ആമസോണിൽ നിന്ന്. ഓക്കെ, താങ്ക് യു.